Hello everyone. Today we are discussing about what is the meaning of debit and credit. The debit and credit are the two aspects in accounting. In accounting, the generally accepted accounting principles is followed by the all over the nation in the world because accounting is the principle is universally accepted. നമുക്കറിയാം അക്കൗണ്ടിങ് പഠിക്കുന്നവർക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ് ഏത് ആണ് ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്ന കാര്യമാണ്. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ടു ആസ്പെക്ട്സ് ഇൻ അക്കൗണ്ടിങ്. all transactions are recorded in monetary terms. നമുക്കറിയാം നമ്മൾ അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻസ് അത് റെക്കോർഡ് ചെയ്യുന്നത് അത് അക്കൗണ്ടിങ് എൻട്രീസ് ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് രണ്ട് ആസ്പെക്ട്സ് ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മൾ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് ആണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എവറി ട്രാൻസാക്ഷൻസ് ഹാസ് ടു ആസ്പെക്ട്സ്. വൺ ഈസ് ഡെബിറ്റ് ആൻഡ് അനദർ ഈസ് ക്രെഡിറ്റ്. അപ്പോൾ ഡെബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് സാധാരണ നമ്മൾ റിസീവിങ് ആസ്പെക്റ്റിനെയാണ് നമ്മൾ ഡെബിറ്റ് എന്ന് പറയുന്നത്. റിസീവിങ് ആസ്പെക്റ്റാണ് ഡെബിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഗിവിങ് ആസ്പെക്റ്റാണ് അതാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, റിസീവിങ് ആസ്പെക്റ്റ് ഡെബിറ്റും ഗിവിങ് ആസ്പെക്റ്റ് അത് ക്രെഡിറ്റുമാണ്. അത് ഒന്നാമതായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഇതിൻ്റെ റൂൾസ് ഉണ്ട്. റൂൾസ് നമ്മൾക്ക് കൃത്യമായിട്ടും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് എല്ലാ അസറ്റിനും ഡെബിറ്റ് ബാലൻസ് ആണ്. എല്ലാ അസറ്റിനും ഡെബിറ്റ് ബാലൻസ് ആണ്. എല്ലാ ലയബിലിറ്റീസിനും ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പർച്ചേസിങ് ഫർണിച്ചർ ഒരു അസറ്റാണ്, ഫിക്സഡ് അസറ്റാണ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ. അതായത് അസറ്റ് പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചിന്തിക്കേണ്ടത് ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ്. നമ്മളൊരു കമ്പനി നടത്തുകയാണെങ്കിൽ നമ്മളൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തുകയാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് പർച്ചേസിങ് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വരികയാണ്. ഫർണിച്ചർ വരുമ്പോൾ അസറ്റ് എന്താണ് കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ഡെബിറ്റ് ബാലൻസ് ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും, അതുകൊണ്ട് ക്യാഷ് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് ഫർണിച്ചർ നമ്മുടെ ബിസിനസ്സിലേക്ക് വരികയാണ്. ഫർണിച്ചർ അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ്, അതായത് അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഡെബിറ്റ് ബാലൻസ്. ഇനി ഡിക്രീസിങ് ഇൻ ലയബിലിറ്റി ആൻഡ് ഇക്വിറ്റി, ഈ സെയിം എഫക്റ്റ് തന്നെയാണ് വരുന്നത്. അതായത് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ലയബിലിറ്റീസും ഇക്വിറ്റീസും അത് ഡിക്രീസ് ചെയ്യുന്ന നേരത്ത് എന്താണ് അന്നേരം ഡെബിറ്റ് ബാലൻസ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴും ലയബിലിറ്റീസും ഇക്വിറ്റീസും ഡിക്രീസ് ചെയ്യുമ്പോഴും സെയിം എഫക്റ്റ് ആയിരിക്കും, അന്നേരം ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഓർത്ത് വയ്ക്കുക. ഇനി രണ്ടാമത്തെ കേസിൽ ഡിക്രീസിങ് ഇൻ ദ അസറ്റിൻ്റെ വാല്യൂ കുറയാൻ നേരത്ത് എന്തായിരിക്കും അന്നേരം ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അസറ്റിൻ്റെ വാല്യൂ കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അസറ്റ് നമ്മൾ വിൽക്കുക എന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് അസറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ എന്താണ് അസറ്റ് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും അത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ലയബിലിറ്റീസും ഇക്വിറ്റീസും ഇൻക്രീസ് ചെയ്യുന്ന നേരത്ത് എന്ത് ബാലൻസ് ആയിരിക്കും, അപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ വേറെ ശ്രദ്ധിക്കാനുള്ള കാര്യം അസറ്റിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ്, പിന്നെ ലയബിലിറ്റീസിന് എപ്പോഴും എന്തായിരിക്കും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതായത് അസറ്റ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അസറ്റിൻ്റെ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലയബിലിറ്റീസിൻ്റെ ബാലൻസ് എപ്പോഴും എന്തായിരിക്കും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അത് എപ്പോഴും ഓർത്ത് വയ്ക്കുക. അപ്പോൾ അസറ്റ് കുറയാൻ നേരത്ത് അതിൻ്റെ ഓപ്പോസിറ്റായ ഡെബിറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ക്രെഡിറ്റ് ബാലൻസ്. ലയബിലിറ്റീസ് കുറയാൻ നേരത്തെ എന്തായിരിക്കും ലയബിലിറ്റീസിൻ്റെ ബാലൻസ് ക്രെഡിറ്റ് ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ലയബിലിറ്റീസ് കുറയുമ്പോൾ ഡെബിറ്റും അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റും ആയിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കി. അപ്പോൾ ഇതിനകത്ത് ആരോ കൊടുത്തിട്ടുണ്ട്
അല്ല അസറ്റ് ഡെബിറ്റ് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ല അസറ്റ് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ബാലൻസ്, അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ്. ഓക്കെ, അതിന് ഈക്വലാണ് ലൈബിലിറ്റീസ് കുറയാൻ നേരത്ത് ഡെബിറ്റ് ബാലൻസ് ആണോ, പിന്നെ ലൈബിലിറ്റീസ് കൂടാൻ നേരത്ത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഇക്വിറ്റിയുടെ കേസും ഇക്വിറ്റിയും ലൈബിലിറ്റീസിനും ഒരേ ഇതാണ്. ഓക്കെ, ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാപിറ്റലിൻ്റെ കാര്യമാണ് അതിനകത്ത് വരുന്നത്, ക്യാപിറ്റൽ. അപ്പോൾ ഡെബിറ്റ്, അതായത് ഇക്വിറ്റി കുറയാൻ നേരത്ത് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, ഇക്വിറ്റി കൂടാൻ നേരത്ത് അന്നേരം ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ആക്ച്വലി അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുന്നതാണ്. അതായത് അസറ്റ്സ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി ഓർ ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബിലിറ്റീസിൻ്റെയും ഇക്വിറ്റിയും എന്താണ് സെയിം ആയിരിക്കും. അസറ്റ് ഇപ്പോൾ 10,000 ആണെങ്കിൽ ലൈബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി 10,000 ആയിരിക്കും. അസറ്റ് 1,00,000 ആണെങ്കിൽ ലൈബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി എത്രയായിരിക്കും? അത്രയും എമൗണ്ട് തന്നെ ആയിരിക്കും. ഓക്കെ, അസറ്റ് 10,00,000 ആണെങ്കിൽ ലൈബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റിയും 10,00,000 ആയിരിക്കും. അതാണ് ബാലൻസ് ഷീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈക്വലായിട്ട് ടാലി ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ റൂൾസ് ആണ്. ഞാൻ പറഞ്ഞു ഡെബിറ്റും ക്രെഡിറ്റും ദർ ആർ 2 ആസ്പെക്ട്സ് ഇൻ അക്കൗണ്ടിങ്. ഇനി അതിന് മെയിനായിട്ടും 3 അക്കൗണ്ട്സ് ആണ് അക്കൗണ്ടിങ്ങിലുള്ളത് മെയിനായിട്ടും. ഫസ്റ്റ് വൺ റിയൽ അക്കൗണ്ട്, സെക്കൻഡ് വൺ പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് തേർഡ് വൺ നോമിനൽ അക്കൗണ്ട്സ്. ഈ 3 അക്കൗണ്ട്സിനും സെപ്പറേറ്റ് ആയിട്ട് റൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് റിയൽ അക്കൗണ്ടിൻ്റെ റൂൾസ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതായത് ബിസിനസ്സിലേക്ക് വരുന്നതിനൊക്കെ ഡെബിറ്റും ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനൊക്കെ ക്രെഡിറ്റ് ബാലൻസും ആയിരിക്കും. ഓക്കെ, ഇനി പേഴ്സണൽ അക്കൗണ്ടിനകത്ത് വരുന്നത് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. അതായത് റിസീവ് ചെയ്യുന്ന വ്യക്തിക്ക് ഡെബിറ്റ് ബാലൻസും കൊടുക്കുന്ന വ്യക്തിക്ക് എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസും ആയിരിക്കും. ഇനി നോമിനൽ അക്കൗണ്ട്സിൻ്റെ റൂൾസ്: ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഓക്കെ, ഇവിടെ അത് ഡെബിറ്റ് മാത്രം കൊടുക്കുന്നു. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇനി നമുക്ക് റിയൽ അക്കൗണ്ട് നോക്കാം. റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന എല്ലാ അസറ്റുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന റിയൽ അക്കൗണ്ടിലായിരിക്കും. ബിൽഡിംഗ് അസറ്റാണ്, ലാൻഡ്, റോഡ്, മെഷീനറി, പ്ലാന്റ്സ്, ഇതൊക്കെ അസറ്റുകൾ. അപ്പോൾ അസറ്റുകൾ കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഇപ്പോൾ അതിനകത്ത് പാർട്ട്നേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സ്, കസ്റ്റമേഴ്സ് ഒക്കെ എന്താണ്? ഇൻഡിവിജ്വൽസ് ആണ്. അതൊക്കെ എന്താണ്? പേഴ്സണൽ അക്കൗണ്ടാണ്. അതുകൊണ്ടാണ് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ എന്ന് പറയുന്നത്. ഈ നോമിനൽ അതിനകത്ത് എല്ലാ എക്സ്പെൻസസും ലോസസും ഡെബിറ്റ് ബാലൻസ് ആണ്. പിന്നെ എല്ലാ ഇൻകംസ് ആൻഡ് ക്രെഡിറ്റ് എന്താണ്? പ്രോഫിറ്റ് ഒക്കെ എന്താണ്? അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, ഇനി അപ്പോൾ ഇതിനാണ്, അതായത് ഡെബിറ്റ് ഇത് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്ങിനകത്ത് 3 റൂൾസ് ആണ് വരുന്നത്. റിയൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് രണ്ടാമത്തെ റൂളാണ് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ, പേഴ്സണൽ അക്കൗണ്ടിലാണ് വരുന്നത്. മൂന്നാമത്തെ ഗോൾഡൻ അക്കൗണ്ടിങ് റൂളാണ് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, അത് നോമിനൽ അക്കൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ ഇത് ഇത്രയും റൂൾസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. പിന്നെ 5 അക്കൗണ്ടിങ് എലമെൻറ്റ്സ്. മെയിനായിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഡീൽ ചെയ്യുന്നത് നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻസും മോണിറ്ററി ട്രാൻസാക്ഷനാണ്. മോണിറ്ററി ട്രാൻസാക്ഷൻ അല്ലാതെ നമ്മളൊന്നും അക്കൗണ്ടിങ്ങിൽ നമ്മൾ എഴുതി വെക്കുന്നില്ല. അപ്പോൾ 5 അക്കൗണ്ടിങ് എലമെൻറ്റ്സ് പഠിച്ചു വയ്ക്കുക. ഒന്നാമതാണ് ഇൻകം ആൻഡ് റവന്യൂ. ഇൻകം ആൻഡ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന നമ്മുടെ റവന്യൂ, ഏണിങ്സ്. ഇപ്പോൾ നമുക്കറിയാം ഒരു ബിസിനസ്സിലെ ഏറ്റവും വലിയ റവന്യൂ, ഇൻകം എന്ന് പറയുന്നത് അവിടുത്തെ സെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻകം ആൻഡ് റവന്യൂ അതിന് ഉള്ള ബാലൻസ് അത് ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ക്രെഡിറ്റ് ബാലൻസ് ആണ് ഇൻകം ആൻഡ് റവന്യൂ. എക്സ്പെൻസസിന് എപ്പോഴും എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആണ്. എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് വരും, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വരും. ഇപ്പോൾ ഇതിൽ കൊടുത്ത റെൻറ്റ്, കാർട്ടേജ്, ഇലക്ട്രിസിറ്റി, പോസ്റ്റേജ്, ട്രാവൽ, സ്റ്റേഷനറി, ബാങ്ക് ചാർജ്, ഇതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസസും ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം ക്യാരേജ്, ഇൻവേഴ്സ്, പിന്നെ വേജസ്, പർച്ചേസസ് ഒക്കെ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അതൊക്കെ എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസസിനൊക്കെ ഡെബിറ്റ് ബാലൻസ്, ഇൻകത്തിന് ക്രെഡിറ്റ് ബാലൻസ്. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നത്.
ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്നാലും എന്ത് ബാലൻസ് ആണ്? അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, ക്രെഡിറ്റ് ബാലൻസ്. ഓക്കെ, ഇനി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ലയബിലിറ്റീസ് ഒക്കെ ഒരേ നേച്ചറിലാണ് പോകുന്നത്, ഒരേ ആസ്പെക്ട്സിലാണ് അത് പോകുന്നത്. അതായത് ഇത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്യാപിറ്റലൊക്കെ ഇൻക്രീസ് ചെയ്യുമ്പോൾ അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ, അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ്. അസറ്റിനെല്ലാം ഡെബിറ്റ് ബാലൻസ് ആണ് ഉള്ളത്. ലയബിലിറ്റീസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ലയബിലിറ്റീസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉള്ളത്. അസറ്റിന് ഡെബിറ്റ് ബാലൻസ്, ലയബിലിറ്റീസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉള്ളത്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അക്കൗണ്ടിങ്ങിനകത്തുള്ള രണ്ട് ആസ്പെക്റ്റാണ് ഡെബിറ്റും ക്രെഡിറ്റും. ഡെബിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡാണ് നമ്മൾ അക്കൗണ്ടിങ്ങിനകത്ത് നമ്മൾ ജേണലൊക്കെ വരയ്ക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഡെബിറ്റ് എമൗണ്ട് എഴുതുന്നത്, ക്രെഡിറ്റ് എമൗണ്ട് എഴുതുന്നത് റൈറ്റ് സൈഡിലാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ എഴുതുന്നത് ക്രെഡിറ്റ് എമൗണ്ടും ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നത് ഡെബിറ്റ് എമൗണ്ടാണ്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ.